ഈ അടുത്ത സമയത്ത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി. അതിനകത്ത് പറയുന്നത് ഈ കൺവേർഷൻ, അതായത് ഹിന്ദു മതത്തിൽ നിന്ന് SC ഷെഡ്യൂൾ കാസ്റ്റിലുള്ളവർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് SCയുടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതല്ലേ. ചില മലയാളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയൊരു ചർച്ചയായി. അപ്പൊ പല ആൾക്കാരും ചോദിച്ചു അതിനെപ്പറ്റി ഒരു കാര്യമായിട്ടൊരു അനാലിസിസ്, ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഈ ടോപ്പിക്കിലോട്ട് പോയത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ വിധിയൊന്നുമല്ല. കഴിഞ്ഞ 30 വർഷം അല്ല 40 വർഷം ഇതേപോലെ പല വിധികളും പല കോടതിയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പല വീഡിയോയിൽ ഉപയോഗിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് സെൻസസിൽ പോലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ല. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. അവരുടെ പേര് മാറ്റിയിട്ടില്ല, അവരുടെ മതം മാറ്റിയിട്ടില്ല, അവരുടെ വിശ്വാസം മാത്രമേ മാറിയിട്ടുള്ളൂ. അവരുടെ വിശ്വാസം മാറി അവര് ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നു. അതിനകത്ത് അവർ വേറെ ഈ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ, അതായത് ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. 2021 കോവിഡ് ആയിട്ട് സെൻസസ് നടന്നില്ല. അപ്പൊ ആ സെൻസസിലൊക്കെ ബേസിക്കലി 2011 സെൻസസിലൊക്കെ ഇവരെല്ലാം അവരുടെ ആ പഴയ കാര്യങ്ങൾ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നീടാണ് ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതൊക്കെ പിന്നീടാണ് ഈ സംഘപരിവാർ. അതായത് വലിയ രീതിയിലുള്ള ഷെഡ്യൂൾ കാസ്റ്റിലും ഷെഡ്യൂൾ ട്രൈബിലും വലിയ രീതിയിൽ മാസീവായിട്ടുള്ള കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ നേരത്തെ അവര് പറയുന്ന പോലെ ഘർ വാപ്പസി പരിപാടിയൊക്കെ നടത്തിയെല്ലാം ബാക്ക്ഫയർ ചെയ്തു. അതതിന്റെ കാര്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇതെല്ലാം ഹൗസ് ചർച്ച, ഇത് ലീഗൽ രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. ഒരു പാസ്റ്റിന് എന്ത് രജിസ്ട്രേഷന്? ഇവിടുത്തെ പഠിച്ചിട്ട് വരുന്നു, അയാൾ ഇത് ചെയ്യുന്നു. കുറച്ച് ആൾക്കാരെ വീടുകളിൽ കൂടുന്നു, അല്ലെങ്കിൽ ഒരു ടെന്റ് അടിച്ച് അവിടെ കൂടുന്നു. അതിന് രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. അവര് ബാപ്റ്റിസം നടത്തുന്നു, അതിനും രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. ഇതൊന്നും ഡോക്യുമെന്റഡ് അല്ല. അവരിപ്പോ കല്യാണം കഴിക്കുന്നു. ഇപ്പൊ എവിടെ കല്യാണം കഴിച്ചാല് ഈ പറയുന്ന രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് സംഭവം ചെയ്യണം. ഒരു കുട്ടി ഉണ്ടാകുന്നു, ഇതല്ലേ മനുഷ്യന്റെ മരിക്കുന്നു, അതുകൊണ്ട് നടക്കുന്നു. അത്രേ ഉള്ളൂ. അതായത് ഈ പറയുന്ന മനസ്സിലാവേണ്ടത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. ഈ സംഘപരിവാറിന് ബേസിക്കലി ചില കാര്യങ്ങളിൽ ബേസ് മനസ്സിലാവുന്നില്ല. അതായത് ഈ കൺവേർട്ട് ചെയ്ത് എന്തുകൊണ്ട് ഇവര് കൺവേർട്ട് ചെയ്തു എന്ന് കാര്യം നോക്കുന്നില്ല. എന്താണ് റീസൺ? ആ റീസണാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും മാസീവായിട്ട് ആളുകൾ കൺവേർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആ മാസീവായിട്ട് ഇത്രയും ആൾക്കാര് ഓരോ ചെറിയ ചെറിയ ഹോം ചർച്ചുകളിൽ പോകുന്നത്, ഹൗസ് ചർച്ചിൽ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പേര് അവിടെയുള്ള അമ്പലങ്ങളിൽ പോകാതെ, അതായത് എല്ലാ വർഷവും ഹിന്ദു കമ്മ്യൂണിറ്റി ഹിന്ദു വിശ്വാസമനുസരിച്ച് പൂജയും പരിപാടികളും ഒക്കെ ഉണ്ട്, അതിന് കുറെ ഇങ്ങോട്ട് പോകുക? അതിന്റെ കാര്യം എന്താ? മനസ്സിലാക്കുന്നത് UP എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നിങ്ങൾ കണക്കെടുത്ത് നോക്കണം. അതായത് ഗവൺമെന്റ് BJP തന്നെ ഭരിക്കുന്ന ഗവൺമെന്റ് BJP ആണ് ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദളിത് അട്രോസിറ്റീസ് ആക്ട് ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. കേസുകൾ UPയിലാണ് ഏറ്റവും കൂടുതൽ. ഈ കേസുകൾ നിർത്തലാക്കേണ്ട, ദളിത് അട്രോസിറ്റീസ് ആക്ട് നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുന്നത് UP തന്നെ. കാര്യമുണ്ട്. കാരണം അതാണ് ആ സ്റ്റേറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് BSPയും ഈ പറയുന്ന ദളിത് പാർട്ടികൾ വലിയ സംഭവമായി മാറി അവരോട് ഭരിക്കുകയും ചെയ്തു. അതതിന്റെ കാര്യം. എന്തിനാ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ OBCയെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആക്കി വെച്ചിരിക്കുന്നത്? അതിന്റെ അപ്പുറത്തായിട്ട് 2 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതിലൊന്ന് ബാക്ക്വേർഡ് ക്ലാസ്. അതിന്റെ കാര്യം എന്താ? ഇതൊക്കെ അതിന്റെ റീസൺ. കാരണം അവരെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് മാസീവായിട്ട് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ SC കമ്മ്യൂണിറ്റിയിൽ അവര് സിഖുകാരായാലോ ബുദ്ധിസ്റ്റ് ആയാലോ
അവരുടെ റിസർവേഷനെ ബാധിക്കത്തില്ല, അത് അവർക്കുണ്ട്. പക്ഷെ ക്രിസ്ത്യനോ മുസ്ലിംസോ ആവരുത്, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയും. പക്ഷേ ഇതൊക്കെ നിന്നിട്ട് പോലും, ഇതൊക്കെ പല ആവർത്തി ഇത് വന്നിട്ടും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിട്ടും അടിയും പിടിയും അടപ്പീരും ബഹളവും അറ്റാക്കും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ഇത് വളർച്ച ഉണ്ടാകുന്നതിന് അതിനെപ്പറ്റി ഒരു വെൽ സ്റ്റഡി, ഇവർക്കെല്ലാം സ്റ്റഡിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു മാറാൻ തയ്യാറില്ല. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായിട്ടും സനാതന ധർമ്മവുമായിട്ടും മനസ്മൃതിയുമായിട്ടും മുന്നോട്ട് പോകണം. അതിങ്ങനെ മുന്നോട്ട് പോകും തോറും ഒരു കാര്യം പറയാം, ഈ കൺവേർഷൻ എന്ന് പറയുന്ന ആസ് യൂഷ്വൽ നടന്നുകൊണ്ടിരിക്കും, മാസീവായിട്ട് നടക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാൻ ഒന്നിട്ട് തെളിവ് ഞാൻ തരാം. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് ചൈനയുടെ ബോർഡറിൽ കിടക്കുന്ന അരുണാചൽ പ്രദേശ്. നിങ്ങൾ കേട്ട് കാണും, അരുണാചൽ ചൈനയുടെ ആണെന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ് ബേസിക്കലി. മറ്റേ ദലൈലാമയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത് അത് ചൈനയാണ്, അതാണ്, ഇത് അണ്ണമാടയാണ്, കോടയാണ്, പഴയ പാസ്പോർട്ടിന്റെ ഇഷ്യൂ ഒക്കെ കയറി വന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ ആന്റി കൺവേർഷൻ, അതായത് കൺവേർട്ട് ചെയ്യരുത്, വലിയ നിയമം നിലനിന്ന ഒരു സ്റ്റേറ്റ് കൂടിയായിരുന്നു ഈ പറയുന്ന അരുണാചൽ പ്രദേശ്. നേരത്തെ കണക്കെടുത്ത് നോക്കാം, അവിടെ 1% താഴെയായിരുന്നു 1970-ലെയൊക്കെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത്ര സ്ട്രിക്റ്റ് റൂൾസ് ആയിരുന്നു. 2011 നിങ്ങൾ സെൻസസ് എടുത്ത് നോക്ക്, ഏകദേശം 45% അവിടെയുള്ള ആളുകൾ ബുദ്ധിസ്റ്റുകളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അവർ കൺവേർട്ട് ചെയ്തു. അത് ഒഫീഷ്യലിയാ പറയുന്നേ. അപ്പൊ ഇത്രയും വലിയ നിയമം, എത്രയോ ആൾക്കാർ, എത്രയോ മലയാളികളായ പല കാത്തലിക്സ് അച്ഛന്മാരെയും പിന്നീട് അച്ഛന്മാരെ അവിടുന്ന് ബിഷപ്പിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്റി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിലൊക്കെ. കാരണം ഇവിടെ ശരിക്കും കാത്തലിക്സും ഉണ്ട്, കാത്തലിക്സിനാണ് ഇവിടെ ഭൂരിപക്ഷം. പിന്നെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഈ പറയുന്ന പെന്റക്കോസ്റ്റും ഉണ്ട്. അപ്പൊ അവിടെ ഈ രണ്ടിന്റെ ബോർഡറിലുള്ള സ്ഥലത്ത് ഈ പറയുന്ന 71 മുതൽ 2021 വരെ 40% കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും 2021 എടുത്തില്ല, ഇപ്പോഴത്തെ സർവേ എടുത്തു കഴിഞ്ഞാൽ അത് 60% മേളിൽ പോയി. നിങ്ങൾ ഈ മണിപ്പൂരിലെ നേരത്തെ, അതേപോലെ സിക്കിം, ഇവിടൊക്കെ എത്ര ആയിരുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ നേരത്തെ? വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് കണക്കില്. പിന്നീട് ഇപ്പൊ എടുത്തു മാസീവായിട്ടായി. ഒറീസയില് ഈ ഗവൺമെന്റ് കണക്കനുസരിച്ച് 2.77 ഉള്ളൂ അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. പക്ഷെ അവിടുത്തെ 5ഓളം ട്രൈബൽ ജില്ലകള്, അതിനകത്ത് മെജോറിറ്റി എന്ന് പറയുന്നത് കൺവേർട്ടഡ് ട്രൈബൽ ക്രിസ്ത്യന്. യഥാർത്ഥ കണക്ക് വേറെ ഒന്ന്. അതാ ഞാൻ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. പഞ്ചാബിലെ ഗുരുദാസ്പൂർ, ലുധിയാന, ആ ബെൽറ്റുകൾ എടുക്കുക. ഇന്ത്യയുടെയും ജമ്മുവിന്റെ, അത് ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ബോർഡർ ആയിട്ടുള്ള പല ഭാഗങ്ങളുണ്ട്. അതേപോലെ ചണ്ഡീഗഡ്, അങ്ങനെ പല ഏരിയയുണ്ട്. അവിടെ എടുക്കുക. എത്ര ശതമാനമുണ്ട് ക്രിസ്ത്യൻസ്? വളരെ തുച്ഛമായിട്ടില്ലേ കണക്കി കാണിക്കുന്നത്? എന്നാൽ അവിടെ സൺഡേയില്, അല്ലെങ്കിൽ അവിടെ ക്രിസ്തുമസിന്റെ റാലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ സൺഡേ സർവീസ് നടക്കുന്നുണ്ട് പലയിടത്തും. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഭയന്നു പോകും. അപ്പൊ എവിടെ പോയി സിഖുകാര്? ഇത് പ്രോപ്പറായിട്ടുള്ള സിഖുകാര്, ഈ ഡെവിൾസ് ആയിട്ടുള്ളവരും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ആ കണക്കുകൾ ഇവിടെ പോയി. അതേപോലെ തമിഴ്നാട്, ഒരു ഉദാഹരണം തരാം. തമിഴ്നാടിന്റെ അകത്ത് പല ജില്ലകളിലും നിങ്ങൾ എടുത്തു നോക്കും, അവിടെ ദളിറ്റ്സ് എന്ന് പറയുന്നത് അധികവും കൺവേർട്ടഡ് ആയി. പേര് ദളിത, പക്ഷെ അവർ കൺവേർട്ടഡ് ആയി. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നൊരു സ്റ്റേറ്റ് ആയിരുന്നു സൗത്ത് ഇന്ത്യ. അവർക്ക് മാക്സിമം, കാരണം ദ്രാവിഡിയൻ മൂവ്മെന്റ് ഉണ്ടായി, അതിന്റെ മൂന്നാമത്തെ ഫേസ് ആണ് അവരങ്ങ് കൺവേർട്ടായി. ഇതാണ് സംഭവിച്ചത്. അതിൽ ഇതുപോലുള്ള നിയമങ്ങളൊക്കെ, അതായത് സുപ്രീം കോർട്ടിന്റെ ആണെങ്കിലും ഹൈക്കോടതിയൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊരു സോഷ്യോളജിക്കൽ സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ പോകുന്നത്? ഇതേപോലെയുള്ള ജ്യോതി ശർമ്മയെ പോലെയുള്ള ആൾക്കാർ ഛത്തീസ്ഗഡില് ഇത്രയും അജിറ്റേറ്റ് ആകാൻ കാരണം എന്റെ റീസൺ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം.
റീസൺ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി ഈ കമ്മ്യൂണിറ്റി മുഴുവന് കൺവേർട്ടഡ് ആയി. അവർക്ക് ഈ വലിയ വലിയ പള്ളികളും ഒന്നുമില്ല, ചെറിയ വീടുകളും പരിപാടികളും പല പോക്കറ്റിലായിട്ട് ഇതങ്ങ് പെരുകുക, ഇതങ്ങ് വായിക്കൊണ്ടിരിക്കുക. വീണ്ടും അടിച്ചു കഴിയുമ്പോൾ തിരിച്ച് അവർ ഭീം ആർമിയുടെ സപ്പോർട്ടോടുകൂടി അവര് സെക്യൂരിറ്റിയോടുകൂടി ചെയ്യാൻ തുടങ്ങി. അതവർ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴവിടെ പോയി ബജറ അവിടെ അടപ്പിക്കണം ഇവിടെ അടപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു അവർ തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യും, കാരണം അവർ തിരിച്ചടിക്കും. കാരണം ഒരു പരിധി ഉണ്ട് അടി കിട്ടുന്നതിന്, തിരിച്ചടിക്കും. അതുണ്ടാകുമെന്ന് പറഞ്ഞു. ആ തിരിച്ചുണ്ടായ സംഭവം അവരും ആ തിരിച്ചതേപോലെ സമരങ്ങളും പ്രഖ്യാപനങ്ങളും റോഡിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ഒക്കെ നടത്തി ഇവർക്കെതിരെ കേസെടുക്കണം. അങ്ങനെ പോലീസ് നിവർത്തിയില്ല. ഛത്തീസ്ഗഡിൽ ഇവർ പലർക്കെതിരെ കേസെടുത്തു, രാജസ്ഥാനിൽ കേസെടുത്തു, UP-യിൽ കേസെടുത്തു, പലയിടത്തും കേസെടുത്തു, ഒറീസ കേസെടുത്തു. ഒരു പരിധിയുണ്ട്. മനുഷ്യനാണ് ഇവരൊക്കെ. അവരുടെ വിശ്വാസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ജനാധിപത്യ ഇന്ത്യയിൽ നല്ല ലോകത്തെവിടെയും നിങ്ങൾക്ക് എത്രമാത്രം ഫോഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ചൈനയിൽ നടക്കുന്നു. ഇപ്രാവശ്യം ഞാൻ പാകിസ്ഥാന്റെ ഒരു സുഹൃത്ത് കറാച്ചി സ്വദേശിയ ഇപ്രാവശ്യം അവിടുത്തെ ഏറ്റവും വലിയ കറാച്ചിയിൽ ക്രിസ്തുമസ് റാലി നടത്താൻ പോകും. പാകിസ്ഥാനിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ മുസ്ലിംസ് അവിടെ പോയി, അവിടെ ഭയങ്കര മുസ്ലിം കഴിഞ്ഞിട്ട് പാസ്റ്ററെ വെടിവെച്ച് കൊല്ലുന്നു, അത് കൊല്ലുന്നു, ഇത് കൊല്ലുന്നു. അതായത് മനസ്സിലാക്കുക, പാകിസ്ഥാനിൽ പോലും റിവൈവൽ നടക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ പ്രശ്നം എന്തുവാ, ഈ ഉയർന്ന കൂട്ടരായ മുസ്ലിങ്ങൾക്ക് ഈ താഴെ കൺവേർട്ട് ചെയ്തു വന്ന മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ദൂരെയായിട്ടാണ് കാണുന്നത്. അത് അവർക്കും പ്രശ്നമാണ്. പിന്നെ അതേപോലെ പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ മിഷണറി പ്രോഗ്രാം നടത്തുന്ന ആരാണ്? കൊറിയൻസാണ് നടത്തുന്നത്. ചൈനീസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ചൈനയെന്ന് പോയ ചൈനീസ് മിഷണറിമാര് പാകിസ്ഥാനിൽ സുവിശേഷം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ പോലെയോ ചൈനയെ പോലെയോ ഇത്ര പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിനും BJP വന്നാലും RSS വന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാരണം ജനാധിപത്യ രാജ്യം. ചില സന്ദർഭങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകും. പക്ഷെ ഒരു പരിധി വരെ ഉള്ളൂ. ഇതാണ് ഞാൻ ഈ പറയുന്നത്. നൈജീരിയ പോലെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യക്ക് ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അത്രയും പെട്ടെന്ന് സ്റ്റേറ്റും ഗവൺമെന്റിനും പല രീതിയിലും ഇന്റർനാഷണൽ ബോഡികളൊക്കെ പ്രശ്നമാക്കും. ഞാൻ പറഞ്ഞു കരുതേ ഉള്ളൂ. ഇതേപോലെയുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടോ, അതായത് ആന്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിക്കൊണ്ടോ, ഹൈക്കോടതിയുടെ ഓർഡർ വന്നോ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നാലൊന്നും ഒരു മനുഷ്യന് അവന്റേതായ ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്. അവൻ ആ രീതിയിൽ ചിന്തിക്കും. നിങ്ങളിപ്പോ റിസർവേഷന്റെ പ്രശ്നം പറഞ്ഞു. ഒരു കാര്യം ചെയ്തിട്ട് ആ തെലങ്കാനയിലെ ജാതി സെൻസസ് വെച്ച് റിസർവേഷൻ ഉണ്ടായപ്പോഴ് ആദ്യമായിട്ട് അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി അവരോടുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തെ പറയാൻ പറഞ്ഞു. ആദ്യമായിട്ട് പലരും എഴുതി കൊടുത്തു. അപ്പോഴില്ലേ തെലങ്കാന സർക്കാർ ചേട്ടി പോകുന്നത്. പല ആൾക്കാരെ കൊടുത്തില്ല, മറ്റു പല ആൾക്കാരെ കൊടുത്തു അവരുടെ വിശ്വാസം എന്താണെന്ന്. അതായത് മാറ്റം ഉണ്ടാവുകയാണ്. ആന്ധ്രയിൽ മാറ്റം ഉണ്ടാവുന്നില്ലേ? തെലങ്കാനയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. തമിഴ്നാട്ടിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഓരോ ചർച്ചകളൊക്കെ ഈ സിറ്റിക്കകത്ത് 50,000-60,000 പേരൊക്കെയാണ് പങ്കെടുക്കുന്നത്. ഇത് ഏറെ പോകുന്ന ആരെ? ഹിന്ദുക്കളാണ്. അവിടെ ക്രിസ്ത്യാനികൾ ഇത്രയേ ഉള്ളത്. അതായത് മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിലെ സോഷ്യോളജിയാണ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത്. ആ സോഷ്യോളജിക്കൽ ഫാക്ടർ നേരെ ചൊവ്വയെ എല്ലാരെയും അംഗീകരിച്ചു പോയാൽ ഇതിനൊരു ബ്രേക്ക് ഇടാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ നിങ്ങൾക്ക് ഇനി അടിച്ചോർത്താൻ പറ്റത്തില്ല. നിങ്ങൾ ഗുണ്ടായിസോ ഈ പറയുന്ന ജ്യോതി ശർമ്മയെ പോലെ വാളൂരി മാറ്റിയാലൊന്നും ഇതിനെ തടയിടാൻ പറ്റത്തില്ല. ലോകത്ത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും ആ മാറ്റം അനിവാര്യമാണ്. കാരണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരു കോടതിയാണെങ്കിലും എന്ത് നിയമം കൊണ്ടുവന്നാലും ഒരു കൊല്ലും ചെയ്യാൻ പറ്റത്തില്ല. അവർ സ്ട്രെങ്തൻ ചെയ്യത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് പെർസിക്യൂഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എവിടൊക്കെ പെർസിക്യൂഷൻ നടന്നിട്ടുണ്ട് അവിടൊക്കെ ഇത് 100% ഗ്രോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് വരെയുള്ള ചരിത്രപരമായ ഹിസ്റ്ററി എന്ന് പറയുന്നത്.